നമസ്കാരം. നിരവധി അത്ഭുതകരമായ ക്ഷേത്രങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. അതിൽ ചില ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ നമുക്ക് നേരിൽ തന്നെ ദർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന ക്ഷേത്രം ഒരു വർഷം മുൻപ് വിശദമായ വീഡിയോയായി ഞാൻ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും അത് ഒന്നുകൂടി വിശദമായി പറയുകയാണ് ഇപ്പോൾ. ഈ വീഡിയോയിലൂടെ ഒരു അത്ഭുതകരമായ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ നിരവധി പ്രത്യേകതകളാണുള്ളത്. ഒരിക്കലും നാം ആരാധിക്കുന്ന പ്രതിഷ്ഠയെ ജീവനോടെ കാണുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ ഈ ക്ഷേത്രത്തിൽ നാം ആരാധിക്കുന്ന പ്രതിഷ്ഠയെ ജീവനോടെ കാണുവാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനാൽ തന്നെ ഈ ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്ന് നമുക്ക് പറയുവാൻ തന്നെ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഈ അത്ഭുതം നമ്മുടെ നേരിൽ കാണുവാൻ സാധിക്കുന്നതാണ് എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് അഭൂതപൂർവമായ തിരക്കാണ് പല സന്ദർഭങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രം ഏതാണ് എന്നും ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തെല്ലാമാണ് എന്നും മനസ്സിലാക്കാം. പലരും പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ പലരും പേര് അല്ലെങ്കിൽ നക്ഷത്രം മാത്രമേ പറയാറുള്ളൂ. എന്നാൽ പേരും നക്ഷത്രം കൂടി പറഞ്ഞാൽ മാത്രമേ പ്രാർത്ഥനയുടെ ഫലം ലഭിക്കൂ. അതിനാൽ തന്നെ ഇനി രേഖപ്പെടുത്തുമ്പോൾ പേരും നക്ഷത്രം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കണം. നാഗരാജാവുമായി ബന്ധപ്പെട്ട് അനേകം ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ഇതിൽ ചില ക്ഷേത്രങ്ങളാണ് മണ്ണാറശാല ക്ഷേത്രം, പാമ്പുമേക്കാട് ക്ഷേത്രം, പാതിരാക്കുന്നത്ത് മന എന്നിവ. കേരളത്തിൽ ഒട്ടുമിക്ക തറവാടുകളിലും കുടുംബക്ഷേത്രങ്ങളിലും നാഗപ്രതിഷ്ഠ ഉണ്ടാകുന്നതാണ്. നാഗദേവതകളും നമ്മളും തമ്മിലുള്ള വലിയ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഇത്. എന്നാൽ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയ ക്ഷേത്രമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കാടിനോട് ചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രത്തിൽ സ്വയം നാഗരാജാവ് തന്നെ തൻ്റെ ഭക്തർക്ക് ദർശനം നൽകുന്ന അപൂർവതയും ഉണ്ടാകുന്നതാണ്. ഈ ക്ഷേത്രമാണ് തട്ടേക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രം. ശ്രീ മഹാവിഷ്ണു മഹാദേവ ക്ഷേത്രം കോതമംഗലത്ത് നിന്നും 12 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഇത്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഇരുവശത്തും കാടും ഒരു വശത്ത് പെരിയാറുമാണ് ഉള്ളത്. അതീവ സൗന്ദര്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. അപൂർവ പ്രതിഷ്ഠ. മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഈ ക്ഷേത്രത്തിൽ മഹാദേവന്റെ പ്രതിഷ്ഠയ്ക്ക് വളരെയധികം പ്രത്യേകതകൾ ഉണ്ടാകുന്നതാണ്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വളരെ വിരളമായി മാത്രം കാണുന്ന ഒരു പ്രതിഷ്ഠയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഈ ക്ഷേത്രം മഹാദേവന്റെ പ്രതിഷ്ഠ മൂർധലിംഗ രൂപത്തിലാണ് ഉള്ളത്. ഇതിനാൽ ഇവിടെ എത്തിച്ചേർന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത് പോലും പുണ്യകരമാകുന്നു. അതിനാൽ ഇവിടെ പ്രാർത്ഥിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ നമുക്ക് വന്ന് ചേരുന്നതാണ്. വൃശ്ചികം. ഈ ക്ഷേത്രത്തിലെ വൃശ്ചികം മറ്റ് ക്ഷേത്രങ്ങളിലേതുപോലെയല്ല. ഇവിടെ ഈ ഒരു മാസത്തിലാണ് ഈ ഒരു അത്ഭുതം സംഭവിക്കുന്നത്. നാം പറഞ്ഞിരിക്കുന്നത് പോലെ വൃശ്ചിക മാസത്തിലെ ആയില്യം നാളിലാണ് ഇവിടെ സ്വയം നാഗരാജാവ് ദർശനം നടത്താൻ എത്തുന്നത്. നാഗരാജാവ് സ്വയം പുഴ നീന്തിക്കടന്നാണ് ദർശനം നടത്തുന്നത് എന്നത്, അഥവാ ദർശനം നൽകുവാൻ എത്തുന്നത് എന്ന് പറയുന്നത് തന്നെ അത്ഭുതകരമാകുന്നു. ആയില്യം നാളിൽ നാഗരാജാവ് ഇവിടെ ഉണ്ടാകുന്നതാണ്. ഇത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാകുന്നു. 1-ാം തീയതി ചേലമല ഇറങ്ങിയാണ് നാഗരാജാവ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അത്ഭുതകരമെന്നല്ലാതെ എന്തു പറയാൻ. 41 ദിവസം നാഗരാജാവ് ഇവിടെ നേരിട്ട് ഭക്തർക്ക് ദർശനം തന്നെ നൽകുന്നതാണ്. പൂജകൾ ചെയ്യുമ്പോൾ വള്ളികളിൽ നാഗരാജാവ് കിടക്കുന്നത് അപൂർവ കാഴ്ച തന്നെയാണ്. മറ്റെവിടെയും നിങ്ങൾക്കൊരു പക്ഷേ ഇങ്ങനെ കാണുവാൻ സാധിക്കണം എന്നില്ല. 41 ദിവസം കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചു പോകുന്നു എന്ന പ്രത്യേകതയും ഉണ്ടാകുന്നു. അതിനാൽ ഈ 41 ദിവസവും ഭഗവാനെ കാണുവാൻ ഇവിടെ ഭക്തരുടെ തിരക്ക് തന്നെയാണ്. ഇത് കാണുവാൻ സാധിക്കാത്തവരുണ്ട് എങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും ഇവിടെ ദർശനം നടത്തി ഈ കാഴ്ച കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പെരിയാർ നീന്തിക്കടന്ന് വരുന്ന നാഗരാജാവിനെ കാണുന്നത് പോലും പുണ്യമാണ്. കാരണം
നമുക്കിങ്ങനെ ഒരു കാഴ്ച പിന്നീട് കാണുവാൻ സാധിക്കുന്നതല്ല. ഇവിടെ വന്നാൽ മാത്രമേ ഇത്തരത്തിലൊരു കാഴ്ച നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കൂ. ഈ കാഴ്ച നമ്മുടെ ഭക്തരുടെ എല്ലാവരുടെയും ഹൃദയം കവരുന്നത് തന്നെയാണ്. ചരിത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുകയാണ് എങ്കിൽ ഏകദേശം 1952 ഈ സ്ഥലത്തു നിന്നും പീഠവും ചില വിഗ്രഹങ്ങളും ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൽ അതിനാൽ ഐതിഹ്യം അത്ര വ്യക്തമല്ല. എന്നാൽ മുൻപ് ഇവിടെ വിളക്കും മറ്റ് പൂജകളും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പല തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ശേഷം ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് നവീകരിക്കുകയാണ് ഉണ്ടായത്. അന്നു മുതൽ നാഗരാജാവ് ഇവിടെ ദർശനം നടത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതായത് ഇത്രയും കൊല്ലമായി നാഗരാജാവ് കൃത്യം ഈ സമയങ്ങളിൽ വന്ന് ഭക്തർക്ക് ദർശനം നൽകുന്നു. മീനൂട്ട്. ഈ ക്ഷേത്രത്തിലെ വളരെ പ്രസിദ്ധമായ വഴിപാടാണ് മീനൂട്ട് വഴിപാട്. മീനുകൾ സ്വയം നമ്മുടെ കയ്യിൽ നിന്നും ആഹാരം കഴിക്കുന്നത് അത്ഭുതകരം തന്നെയാണ്. ഇത് പല ക്ഷേത്രത്തിലും കാണുവാൻ സാധിക്കുന്നതല്ല. പിതൃപ്രീതിക്കായി ഏറ്റവും ഉത്തമമായ വഴിപാടാണ് ഇത്. അതിനാൽ പിതൃദോഷത്താൽ വലയുന്നവർക്ക് ഏറ്റവും ഉത്തമമായ ഒരു വഴിപാടാണ് ഇത്. അത് ഈ ക്ഷേത്രത്തിലെത്തി നടത്തുന്നതും വിശേഷം തന്നെയാണ്. ഇനി ഈ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാം. ആലുവയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. കൂടാതെ എറണാകുളം, തൃശൂർ, ആലുവ എന്നിവിടങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് ബസ് സർവീസുകളുണ്ട്. മുടക്കം കൂടാതെ എല്ലാ വർഷവും ഈ അപൂർവ കാഴ്ച അത്ഭുതത്തോടെ തന്നെ ഏവർക്കും കാണുവാൻ സാധിക്കുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം അതിനാൽ ഇന്നേ ദിവസം ഇവിടെ എത്തി ഏവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചോറ്റാനിക്കരമ്മയുടെ നടയിൽ നടന്ന ഒരു അത്ഭുതത്തെക്കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് CCTVയിൽ പതിഞ്ഞത് എന്താണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.